പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരിയിലേക്ക് കടക്കുന്നു. കനകാംഗത കേയൂര കമനീയ ഭുജാന്വിത. കനകം ഇപ്പം തികച്ചും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൗകികമായിട്ടുള്ള കാര്യത്തിലാണ് പറയുന്നത്. കാരണം ആഗ്രഹവും ഉള്ള ആളാണ് നമ്മൾ, ഡിസയേഴ്സ്. ലളിതാംബികയാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ നിന്നും എങ്ങനെ സ്പിരിച്വൽ ആകുന്നു എന്നുള്ളതാണ്. അതായത് കനകത്താൽ നിർമ്മിക്കപ്പെട്ട രണ്ട് തരം ആഭരണങ്ങൾ, അംഗതവും കേയൂരവും. ഒന്ന് വളയുടെ ആ ഭാഗത്തും ഒന്ന് തൊട്ട് മുകളിലുമായി ധരിക്കുന്ന രണ്ട് തരം ആഭരണങ്ങളാണ്. ഇവ രണ്ടും മൂല്യമുള്ള സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അമ്മയണിഞ്ഞിരിക്കുന്നതിനാൽ രണ്ടും അമൂല്യമാകുന്നു. മൂല്യതയിൽ നിന്നും അമൂല്യതയിലേക്ക് മാറുന്നു. കാരണം അമ്മയാണ് അണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് മെറ്റീരിയലിസ്റ്റിക് എന്ന് സ്പിരിച്വലിസ്റ്റിക് ആവുന്നത്. ഇതെവിടെയാണ് ബാലൻസ്ഡ് ആവുന്നത് എന്നും പറയുന്നുണ്ട്. പലതരം ഉപാസനാ പദ്ധതികളും സാധനാ പദ്ധതികളും മന്ത്രങ്ങളും ജപങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. കാളി, താര, മഹാദേവൻ, മഹാവിഷ്ണു, എല്ലാ രൂപത്തിലും ഭാവത്തിലും പല മന്ത്രങ്ങളാൽ. പക്ഷെ ഇവയെല്ലാം ആഭരണങ്ങളാണ്. സ്വർണം ഒന്ന് തന്നെയാണ്. അതായത് ദ ഇന്നർമോസ്റ്റ് എസെൻസ്, ഇൻ ഡെപ്ത് ആയിട്ടുള്ള എസെൻസ് ഇസ് ഓൾവേസ് ദ സെയിം. അതാണ്. പക്ഷെ ആ ആഴത്തിലേക്ക് എത്തണമെങ്കിൽ സാധനയുടെയും ഉപാസനയുടെയും വേരുകൾ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത വരി രത്നഗ്രൈവേയ ചിന്താക ലോലമുക്ത ഫലാന്വിത. രത്നഗ്രൈവേയ മുൻപും പറഞ്ഞതാണ്, നെക്ക് ടു നെക്ക് എന്ന്. കോമ്പറ്റീഷൻ അല്ല, സോ ക്ലോസ്. നമ്മൾ അമ്മയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ രത്നഗ്രൈവേയ, രത്നം പതിപ്പിച്ച സ്വർണ്ണ പെൻഡന്റ്, അതായത് ഒരു ഡോളർ പതക്കം. അതിൽ രത്നങ്ങളുണ്ട്, അമൂല്യമായ രത്നങ്ങളാണ്. ഇവയെല്ലാം ഗോൾഡ്, ഡയമണ്ട്, പേൾ ഇവയാൽ നിർമ്മിക്കപ്പെട്ട ഒരു അത്ര തന്നെ വെയിറ്റുള്ള ഒരു ഡോളർ അമ്മയുടെ മാലയിൽ, നെക്ലസ് ആയിട്ട് അമ്മ ധരിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് എൻ്റെ ക്യാച്ച്. നമ്മൾ ഇവിടെ എവിടെയാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ്. ലോലമുക്ത ഫലാന്വിത. ലോലമായ, ദ ഫിക്കിൾ മൈൻഡ്. എപ്പോഴും വിക്കിളിയുള്ള ഇളകുന്ന മനസ്സാണ് നമ്മൾ. ലോലമായ മനസ്സ്. അത്ര തന്നെ ലോലത്തിലാണ് ഈ ഡോളർ അമ്മയുടെ കഴുത്തിൽ കിടന്ന് തൂങ്ങുന്നത്. അതായത് നമ്മുടെ ലോലമായ മനസ്സിനെയാണ് അവിടെ കാണിക്കുന്നത്. അടുത്തത് രത്നഗ്രൈവേയ, അതായത് മൈൻഡ് ഫോക്കസിങ് ഓൺ ഹെർ നെക്ലസ്. വിലപിടിച്ച സ്വർണത്തിൽ മാത്രമാണോ നമ്മുടെ ശ്രദ്ധ? അതാണ് നേരത്തെ പറഞ്ഞത്. അപ്പം ഈ രണ്ട് തരം കാര്യങ്ങൾ ആദ്യം പറയും. മൂന്നാമത്തത് മുക്താഫലാന്വിത, അതായത് ലിബറേഷൻ. ലിബറേഷൻ ത്രൂ വിസ്ഡം. ഈ കഴുത്തിലും ഈ സ്വർണത്തിലും രത്നത്തിലും അപ്പുറമായി ആഴത്തിൽ അമ്മ എന്നൊരു സത്യത്തിലേക്ക് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ലിബറേറ്റഡ് ആവും. അതാണ് നമുക്ക് കിട്ടുന്ന ഫലാന്വിത. ഫലം, ഫ്രൂട്ട്ഫുൾ ആവുക. ഈ പ്രാർത്ഥനകൾ, ഈ സഹസ്രനാമം ഫ്രൂട്ട്ഫുൾ ആവുന്നത് എവിടെയാണ്? അമ്മ എന്ന ആ സത്യത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നുണ്ടോ? ഇപ്പം നമ്മളെ അടുത്തേക്ക് വിളിച്ചിട്ടുണ്ട് അമ്മ. കഴുത്തിലാണോ നോക്കുന്നത്? കഴുത്തിലും നോക്കാം. സ്വർണത്തിലാണോ നോക്കുന്നത്? സ്വർണത്തിലും നോക്കണം. എന്നാൽ അവയിൽ തങ്ങി നിൽക്കരുത്. അമ്മയുടെ ആഴത്തിലേക്ക് എത്തിച്ചേരണം. ഇത് അമ്മ തന്നെ നമ്മളിലേക്ക് പറഞ്ഞു തരുന്ന കാര്യമായിട്ട് മനസ്സിലാക്കുക, ഞാൻ പറയുന്നതല്ല. അപ്പോൾ കനകാംഗത കേയൂര കമനീയ ഭുജാന്വിത രത്നഗ്രൈവേയ ചിന്താകലോലമുക്ത ഫലാന്വിത. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.